So in the last session, we have seen that there is a mathematical inconsistency with the Ampere's law, that a divergence of curl is not zero. And Maxwell fixed Ampere's law by adding a term mu 0 epsilon 0 dou E by dou t that corresponds to a displacement current. So that we have done in a mathematical way. So another way to see the inconsistency of Ampere's law is a paradox in the charging of a capacitor. So consider the charging of a parallel plate capacitor. രണ്ട് പ്ലേറ്റുകളാണുള്ളത്. ഇപ്പോൾ ഇതിലൊരു സെല്ല് കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ചാർജ് ചെയ്യുന്ന സമയത്ത് അതിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. അവിടെ ചാർജസ് അക്യുമുലേറ്റ് ചെയ്യും. ഈ പ്ലേറ്റിൽ ചാർജസ് അക്യുമുലേറ്റ് ചെയ്യുകയാണ്. ഇവിടെ നെഗറ്റീവ് ചാർജസ് ഈക്വൽ എമൗണ്ട് ഓഫ് പോസിറ്റീവ് ചാർജാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ചാർജിങ്ങിൽ വരുന്ന ഒരു പാരഡോക്സ് ആണ്. ആ പാരഡോക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആംപിയേഴ്സ് ലോ ഇൻകൺസിസ്റ്റൻ്റ് ആണ്, അതല്ലെങ്കിൽ മാക്സ്വെൽ കറക്ഷൻ ടേം കൂടി ഉണ്ടെങ്കിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. സോ ദിസ് ഈസ് Ampere's law with Maxwell's correction. അതിൻ്റെ ഇൻ്റഗ്രൽ ഫോം ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എസ് ഇക്വൽ mu 0 i n ക്ലോസ്ഡ്. ഇതാണ് Ampere's ലോൻ്റെ ഇൻ്റഗ്രൽ ഫോം. മാക്സ്വെൽസ് കറക്ഷൻ്റെയും കൂടെ വരുമ്പോൾ mu 0 epsilon 0 സർഫസ് ഇൻ്റഗ്രൽ ഡോ ഇ ബൈ ഡോ ടി ഡോട്ട് ടി എ. ഓക്കെ, ഇനി ഇതിൻ്റെ ഇൻ്റഗ്രൽ ഫോം എഴുതുകയാണെങ്കിൽ വി ഹാവ് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു mu 0 i n ക്ലോസ്ഡ്. സോ വാട്ട് ഈസ് i n ക്ലോസ്ഡ് ഹിയർ? ഇവിടെ ഒരു ആംപീരിയൻ ലൂപ്പ്, ഐ എൻക്ലോസ്ഡ് ഈസ് ദി കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദി ആംപീരിയൻ ലൂപ്പ്. അപ്പോൾ ഇവിടെ ആംപീരിയൻ ലൂപ്പ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആംപീരിയൻ ലൂപ്പ് ഇതാണ്. ആംപീരിയൻ ലൂപ്പ് ഈ വയർ കടന്നു പോകുന്ന ഒരു ലൂപ്പാണ് ആംപീരിയൻ ലൂപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യാം. So here I enclosed is the total current enclosed by the Amperian loop, or current passing through the Amperian loop. Or more precisely, it is the current that piercing through a surface that has loop as its boundary. ഈ ആംപീരിയൻ ലൂപ്പ് ബൗണ്ടറി ആയിട്ട് വരുന്ന ഈ സർഫസിൽ കൂടെ എത്ര കറണ്ട് പിയേഴ്സ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഐ എൻക്ലോസ്ഡ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആംപീരിയൻ ലൂപ്പ്. അപ്പോൾ ഇവിടെ നമുക്ക് സർഫസ് ആയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന സർഫസ് എന്ന് പറഞ്ഞാൽ ഈ ലൂപ്പ് ഈ ലൂപ്പിൻ്റെ പ്ലെയിനിൽ തന്നെ വരുന്ന ഒരു പ്ലാനർ സർഫസ് S1, ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പോലെ ഈ ഷെയ്ഡഡ് മാർക്ക് ചെയ്യുന്ന S1 എന്നുള്ളൊരു സർഫസാണ്. അപ്പോൾ ഫോർ സർഫസ് S1 വി ക്യാൻ റൈറ്റ് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു mu 0. വാട്ട് ഈസ് ഐ എൻക്ലോസ്ഡ്? ഐ എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഈ കൂടെ ഒരു വയർ മാത്രമേ പോകുന്നുള്ളൂ. ആ വയറിൽ കൂടെ പോകുന്ന കറണ്ട് ഐ ആണെങ്കിൽ ആ കറണ്ട് തന്നെയാണ് ഐ ആണ് ഈ എക്സാമ്പിളിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലെറ്റ് us കൺസിഡർ അനദർ സർഫസ് S2 വിച്ച് ഇൻക്ലൂഡ്സ് വൺ ഓഫ് ദി പ്ലേറ്റ്സ്. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഒരു പ്ലേറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സർഫസ്, അതിൻ്റെയും ബൗണ്ടറി എന്താണ്? ഒരു ബലൂൺ ഷേപ്ഡ് സർഫസ് ആണ്. അതിൻ്റെയും ബൗണ്ടറി എന്താണ്? ഈ സെയിം ആംപീരിയൻ ലൂപ്പാണ്. സോ ബൈ ദ ഡെഫിനിഷൻ ഐ എൻക്ലോസ്ഡ് ഈസ് ദി current piercing through the surface that has loop as its boundary. ലൂപ്പ് ബൗണ്ടറി ആയിട്ട് വരുന്ന ഒരു സർഫസിൽ കൂടെ പിയേഴ്സ് ചെയ്ത് പോകുന്ന കറണ്ടാണ്. സോ ഫോർ S2 ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു എന്താണ്? ഈ സെക്കൻഡ് സർഫസിൽ കൂടെ പിയേഴ്സ് ചെയ്ത് പോകുന്ന കറണ്ട് എത്രയാണ്? അപ്പോൾ ഈ സെക്കൻഡ് സർഫസിൽ കൂടെ ഒരു കറണ്ടും പോകുന്നില്ല. ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററുകൾ വഴി ഒരു ഫിസിക്കൽ ചാർജസ് മൂവ് ചെയ്യുന്നില്ല. ഈ കപ്പാസിറ്ററിന് ഈ കപ്പാസിറ്ററിക്ക് ഒരു ചാർജും പോകുന്നില്ല. ഇതെല്ലാം ഇൻഡ്യൂസ്ഡ് ചാർജസ് ആണ്. ഇവിടെയൊന്നും ഇവിടേക്ക് ഒരു ചാർജും പോകുന്നില്ല. സോ ഈ ഒരു സർഫസിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഈ സെക്കൻഡ് കേസിൽ ഐ എൻക്ലോസ്ഡ് ഈസ് 0, റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആണ്. സോ ദർ ഈസ് ആൻ ഇൻകൺസിസ്റ്റൻസി വിത്ത് ദിസ് ഇക്വേഷൻ. കാരണം സ്റ്റോക്സ് തിയറം പറയുന്നത് നമുക്കറിയാം. സ്റ്റോക്സ് തിയറം പറയുന്നത് ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രലും ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രലും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് സ്റ്റോക്സ് തിയറം. സ്റ്റോക്സ് തിയറം വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ ഫോമിലേക്ക് എഴുതുന്നത് തന്നെ. അപ്പോൾ ഈ സർഫസിൻ്റെ ബൗണ്ടറി ആയിട്ട് ഈ ലൈൻ വരെ, ഈ ക്ലോസ്ഡ് ലൈൻ വരണമെന്ന് മാത്രമാണ് സ്റ്റോക്സ് തിയറം പറയുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ ബൗണ്ടറി, ഈ ലൈൻ ബൗണ്ടറി ആയിട്ട് വരുന്ന ഏത് സർഫസും നമുക്കിവിടെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ആംപീരിയൻ ലൂപ്പ് ഈ ബൗണ്ടറി ആയിട്ട് വരുന്ന ഏത് സർഫസിനും ഈ ഇക്വേഷൻ അപ്ലിക്കബിൾ ആണ്. നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത പ്ലാനർ സർഫസ്, അതിൽ കൂടെ ഒരു വയർ പോകുന്നുണ്ട്, ആ വയറിൽ കൂടെ കറണ്ട് പോകുന്നുണ്ട്, അപ്പോൾ mu 0 i എന്ന് എഴുതാൻ പറ്റി. ഇനി ഇതേ കാര്യം തന്നെ എന്തിനും അപ്ലിക്കബിൾ ആണ്? ഇത് ബൗണ്ടറി ആയിട്ട് വരുന്ന ഈ ബലൂൺ ഷേപ്ഡ് S2 എന്ന് പറയുന്ന സർഫസിനും അത് അപ്ലിക്കബിൾ ആയിരിക്കണം. പക്ഷേ ആ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിസിക്കലി ഒരു ചാർജും ഈ സർഫസിനെ ക്രോസ് ചെയ്യുന്നില്ല, ഒരു കറണ്ടും ഈ സർഫസിനെ ക്രോസ് ചെയ്യുന്നില്ല. സോ ഐ എൻക്ലോസ്ഡ് ഈസ് 0. സോ ദർ ഈസ് ആൻ ഇൻകൺസിസ്റ്റൻസി ഇൻ ദിസ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഇൻകൺസിസ്റ്റൻസി വരാൻ കാരണം ദീസ് ചാർജസ് ആർ പൈലിംഗ് അപ്പ് ഓൺ ദി
പ്ലേറ്റ്. നമുക്കറിയാം കപ്പാസിറ്റർ ഡി സി കറണ്ടിനെ പാസ് ചെയ്യില്ല, ഡി സി കറണ്ട് കപ്പാസിറ്ററിൽ കൂടെ പാസ് ചെയ്യില്ല. ഇത് ചാർജ് ചെയ്ത് ഈ മാക്സിമം ചാർജസ് ഇതിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന വരെയാണ് ഈ കറണ്ട് ഉണ്ടാവുള്ളൂ. വൺസ് ഇത് മാക്സിമം പോസിറ്റീവ് ചാർജ് ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നു കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഇത് കണ്ടക്ട് ചെയ്യില്ല, പിന്നെ ഇവിടെ കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടുത്തെ കറണ്ട് എന്താണ്? ഇത് നോൺ സ്റ്റഡി കറണ്ടാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ കറണ്ട് നിൽക്കും. ഇവിടെ മാക്സിമം ചാർജസ് വന്നതിന് ഈ കറണ്ട് നിൽക്കും. അപ്പോൾ നോൺ സ്റ്റഡി കറണ്ടിൻ്റെ കേസിൽ ഈ ഫസ്റ്റ് ടൈം മാത്രം എടുക്കുകയാണെങ്കിൽ നോൺ സ്റ്റഡി കേസിൽ നമുക്ക് ആംബിയേഴ്സ് ലോ ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് കാണാം. നേരത്തെ നമ്മൾ മാത്തമാറ്റിക്കലി കണ്ട ഇൻകൺസിസ്റ്റൻസി ഈ കേസിൽ നമുക്കൊരു പാരഡോക്സ് ആയിട്ട് കാണാവുന്നതാണ്. ഈ ടൈം ഇല്ലെങ്കിൽ മ്യൂസിർ ഐ എൻക്ലോസ്ഡ് മാത്രമാണെങ്കിൽ നമുക്ക് രണ്ട് സർഫസ് എടുക്കുമ്പോൾ നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് ആൻസറാണ് കിട്ടുക. അവിടെ ഒരു പാരഡോക്സ് വരികയാണ്. ഇനി എങ്ങനെയാണ് ഈ മാക്സ്വെൽസ് കറക്ഷൻ ടൈമും കൂടെ വരുമ്പോൾ ഇതിനെ ഈ പാരഡോക്സിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. സോ വി നോ ദി ഇലക്ട്രിക് ഫീൽഡ് E between the plates of a parallel plate capacitor is sigma by epsilon 0. This is equal to 1 by epsilon 0 into sigma is the surface charge density. അതിനെ നമുക്ക് ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദി കപ്പാസിറ്റർ. ഇതിൻ്റെ ഏരിയ എ ആണ്, ഇതിൽ ടോട്ടൽ ചാർജ് ക്യൂ ആണെങ്കിൽ ചാർജ് ഡെൻസിറ്റി ഈസ് ക്യൂ ബൈ എ. നൗ ഡോ ഇ ബൈ ഡോ ടി is equal to 1 by epsilon 0 a are constants dq by dt. This is equal to 1 by epsilon 0 a dq by dt is current I. Now Ampere's law, modified Ampere's law നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കാം. ഇൻ്റഗ്രൽ ഫോം ഓഫ് മോഡിഫൈഡ് Ampere's law is here. നമുക്ക് രണ്ട് കേസിനും അപ്ലൈ ചെയ്യാം. ഫോർ S1, ഫോർ സർഫസ് S1 ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ b ഡോട്ട് dl is equal to mu 0 I enclosed. So for surface S1 what is I enclosed? നമ്മൾ നേരത്തെ പറഞ്ഞു ഫോർ സർഫസ് S1 I enclosed is I, and what is E? Electric field. So for a parallel plate capacitor electric field is only between the plates. Outside the capacitor is 0. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ പുറത്ത് 0 ആണ്. നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന സർഫസ് S1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ദി കപ്പാസിറ്റർ. സോ ഫോർ ഔട്ട്സൈഡ് ദി കപ്പാസിറ്റർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. അപ്പോൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതാണ് നമ്മുടെ ഇക്വേഷൻ. മോഡിഫൈഡ് ഐ എൻക്ലോസ്ഡ് പ്ലസ് മ്യൂ 0 എപ്സിലോൺ 0 സർഫസ് ഇൻ്റഗ്രൽ ഡോ ഇ ബൈ ഡോ ടി ഡോട്ട് ഡി എ. ദാറ്റ് ഈസ് integral form of modified Ampere's law. This is equal to mu 0 I enclosed is I for S1, നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ I പ്ലസ് ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ഈസ് 0, സോ സെക്കൻഡ് ടൈം ഈസ് 0. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ അതേ എക്സ്പ്രഷനാണ് കിട്ടുന്നത്. ഓക്കെ, നൗ സെക്കൻഡ് കേസ് കൺസിഡർ ചെയ്യുക. ഫോർ S2, ഫോർ സർഫസ് S2, ഫോർ സർഫസ് S2 I enclosed എത്രയാണ്? I enclosed സർഫസ് S2 ഒരു കറണ്ടുമില്ല, അതായിരുന്നു ഇവിടുത്തെ പ്രോബ്ലം തന്നെ ഉണ്ടായിരുന്നത്. സോ I enclosed is 0. I enclosed is 0, but we have second term. But second term surface integral, second term വരുന്നത് surface integral dou E by dou T dot dA. So this is equal to, what is dou E by dou T? Within the capacitor electric field ഉണ്ട്. So dou E by dou T, dou E by dou T is 1 by epsilon 0 AI. So this is integral 1 by epsilon 0 a I dA. This is equal to I steady current I constant ആണ്, divided by epsilon 0 a constant ആണ്, integral dA. So integral dA is a. So I divided by epsilon 0 a, integral dA is a and a cancels. So we'll get this is I by epsilon 0. Now modified Ampere's law integral form നോക്കുകയാണെങ്കിൽ closed line integral b dot dl is equal to mu 0 I enclosed. I enclosed 0 ആണ്, so first time 0. Second time mu 0 epsilon 0, mu 0 epsilon 0 closed, I mean surface integral dou E by dou T dot dA. Surface integral dou E by dot dA is I by epsilon 0. So this is this into I by epsilon 0. Epsilon 0 epsilon 0 you will get mu 0 I. രണ്ട് കേസിലും സെയിം ആൻസറാണ് കിട്ടുന്നത്, രണ്ട് സർഫസിലും. ഫസ്റ്റ് കേസിൽ mu 0 I enclosed, അതിവിടെ I enclosed ആണ് വരുന്നത്. സെക്കൻഡ് കേസിൽ സെക്കൻഡ് സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ I enclosed 0 ആണ്, പക്ഷേ സെക്കൻഡ് ടൈമിൽ നമുക്ക് I കിട്ടും. രണ്ടിലും ആ പാരഡോക്സ് തന്നെ അവിടെ സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് so we can see the same answer for S1 and S2, the paradox is solved. But for the first case
ഐ ആണ് ഇവിടെ വരുന്നത്, ആക്ച്വൽ ഐ ആണ് വരുന്നത്. വാട്ട് ഈസ് ഐ? ഐ ഈസ് ജെനുവിൻ കറണ്ട്. ഇവിടെ പോകുന്ന ഈ വയറിൽ കൂടെ പോകുന്ന ജെനുവിൻ കറണ്ട് ആയിരുന്നു. സെക്കൻഡ് കേസിൽ എന്താണ്? സെക്കൻഡ് കേസിൽ ഇറ്റ് ഈസ് ഡോ ഇ ബൈ ഡോ ടി. എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി ആണ് സെക്കൻഡ് കറണ്ടിൽ സെക്കൻഡ് ടൈമിൽ സെക്കൻഡ് സർഫസിൽ കറണ്ട് ഉണ്ടായിരിക്കുന്നത്. എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി. ആൻഡ് വാട്ട് ഈസ് എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി? എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി ഈസ് ജെ ഡി, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അപ്പോൾ ഫസ്റ്റ് സർഫസിൻ്റെ കേസിൽ ജെനുവിൻ കറണ്ട് ആയിരുന്നു, സെക്കൻഡ് സർഫസിൻ്റെ കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടാണ്. രണ്ട് കേസായാലും രണ്ടായാലും നമുക്ക് സെയിം ആൻസർ തന്നെ. അങ്ങനെ പാരഡോക്സ് സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്.